അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇടാമെന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണിത്. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ഇച്ചിരി നീളം കൂടി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചാളായില്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എന്നിട്ട് കിടക്കട്ടെ, ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കേട്ടോ തുടങ്ങിയേക്കുന്നത്. വൈകുന്നേരം ഇന്ന് ചോറ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അതിന് അമ്മ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടാകുമ്പോഴേക്കും ചേട്ടയ്ക്കും ഇപ്പോൾ ഇച്ചിരി ഡയറ്റിങ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, എന്നാലും ഇച്ചിരി ഹെൽത്തൊക്കെ നോക്കണ കൂട്ടത്തിലായതുകൊണ്ട് ചോറിനേക്കാളും കുറച്ചുകൂടി നല്ല ചപ്പാത്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊടിയൊക്കെ ഇതായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പം ചപ്പാത്തി പിന്നെ ഒരാൾ തിന്നണ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചപ്പാത്തി മതിയാവും, പിന്നെ ചോറ് വേറെ ആരും തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടിയിട്ടുള്ള ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തിയൊക്കെ ഇപ്പോൾ കുഴച്ച് തുടങ്ങി. ഞാനീ കിടന്ന് എന്താണ് ഈ കഥകളി കാണിക്കുന്നത്, എന്തേ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ശരിക്കും ഞാൻ ചപ്പാത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായത്. അതിന് മുമ്പ് നമ്മ കാണുന്നില്ലല്ലോ നമ്മൾ എങ്ങനെയെന്നാണ് കാണിച്ചു കൂട്ടണമെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ ചപ്പാത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വെച്ചെന്നൊക്കെ. അപ്പോൾ പൊടി അത്യാവശ്യം നല്ലോണം ഇങ്ങനെ കുഴച്ച് എൻ്റെ എല്ലാ ദേഷ്യവും എല്ലാം ഈ മാവിലോട്ട് തീർക്കണ പോലെയാണ് ഞാൻ ഈ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുഴച്ച് ഉണ്ടയാക്കി അതിന് 2-3 അടിയും തല്ലലൊക്കെ കൊടുത്ത് അതിനവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടക്ക് വൈകുന്നേരത്തെ കഴിക്കാൻ വേണ്ടി ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദോശയുടെ മാവ് രാവിലത്തെ ദോശമാവിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ദോശ ആയിട്ടല്ല, അയാൾക്ക് ഇച്ചിരി പരത്തി നെയ്യ് റോസ്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നെയ്യ് ഇടുന്നില്ല, നെയ്യ് ഇല്ലാത്ത റോസ്റ്റാണത്. അപ്പോൾ ഇങ്ങനെ പരത്തിയിടും തീരുന്നുമില്ല. ഈ ചട്ടിയുടെ അത്ര ഉള്ള ഇത് ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചട്ടിയുടെ അത്ര ഉള്ള തന്നെ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് പഴത്തൊന്ന് വേഗം അത് ഉണങ്ങി കിട്ടണമല്ലോ, നെയ് റോസ്റ്റ് ആവണമല്ലോ, നെയ് റോസ്റ്റ് പോലെ ആവണമല്ലോ. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തു. 2 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ചമ്മന്തി, രാവിലത്തെ ചമ്മന്തി കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് വെച്ചു. അതും ചൂടാക്കാൻ വെച്ചു അടുപ്പത്തോട്ട്. ചൂടാക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചുകൊണ്ട് ചീത്തായില്ല, അല്ലാത്തപ്പോൾ ചിലപ്പോൾ മറന്നു പോകും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചമ്മന്തി ചീത്തായി പോകുമല്ലോ. അപ്പോൾ ചേട്ടക്കാണെങ്കിൽ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാൾക്കുള്ള നെയ് റോസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ദോശ കൊണ്ട് ദോശമാവ് കൊണ്ട് ഞാൻ നോർമൽ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ദോശയായിട്ട് കഴിക്കാമല്ലോ, എനിക്ക് നെയ് റോസ്റ്റിനേക്കാളും ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ വൈകുന്നേരമൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ കടകളിൽ പോയി കഴിക്കുമ്പോൾ നെയ് റോസ്റ്റാണ് എനിക്കിഷ്ടം, അല്ലാത്ത സമയത്ത് എനിക്ക് സാധാ ദോശ ഇഷ്ടം. ഇവിടെ ഒരാൾ ഓംപ്ലേറ്റ് അടിക്കാനായിട്ട് മുട്ടയൊക്കെ വെട്ടി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് എപ്പോഴും ദോശ കഴിക്കുമ്പോൾ ഒരു ഓംപ്ലേറ്റ്, ഒരു സിംഗിൾ ഓംപ്ലേറ്റ്, ഒരു ഡബിൾ ഓംപ്ലേറ്റ് ഒക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടന് മുട്ടയെല്ലാം വെട്ടിയൊക്കെ വെച്ചു. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ചട്ടി ഓഫാക്കല്ലെന്ന് പറഞ്ഞിട്ട് അത് ഒഴിച്ച് ചട്ടിയിലോട്ട് ഇട്ട് ആൾ തന്നെ വറുത്തെടുത്തു കേട്ടോ. പിന്നെ ചേട്ടയൊക്കെ വറുക്കുമ്പോഴാണെങ്കിൽ ഈ ഗ്ലാസ്സിലുള്ളത് മൊത്തം അങ്ങോട്ട് ഊറ്റി ഒഴിക്കില്ല. ഞാൻ തന്നെ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടത് ഇത്ര ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെന്നും പറഞ്ഞിട്ട് മൊത്തം ഒന്ന് ഊറ്റി ഒഴിച്ചാൽ എന്താണ്, ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടേക്കും. ആ ഒഴിക്കുന്ന സമയത്ത് എന്തോരം വീഴുന്നു അത്രയും മാത്രം, ബാക്കിയുള്ളതും കൂടി ഇടാൻ പരിടുന്നില്ല. പിന്നെ വെച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ ഓംപ്ലേറ്റ് അങ്ങോട്ട് വറുത്തെടുത്തു. അപ്പോൾ ചേട്ടൻ സൈഡ് തിരിച്ചിടാൻ നേരത്തെ അധികം വേവിക്കൂല, കുറേ നേരം ഒന്നും ഇടൂല, ജസ്റ്റ് ചില സമയത്ത് 1 സൈഡ് മാത്രമേ ഒഴിക്കുള്ളൂ, ഇപ്പുറത്തെ സൈഡ് മറിച്ച് കൂടി ഇടാറില്ല. ഞാനുള്ളപ്പോഴാണ് മറിച്ചൊക്കെ ഒന്ന് ഇടണത്, കാരണം ചേട്ടക്കൊക്കെ അധികം അങ്ങോട്ട് വേഗം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഓംപ്ലേറ്റൊക്കെ. ഞാനൊക്കെ ഓംപ്ലേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇച്ചിരി ഭയങ്കര കട്ടിയായിപ്പോയി. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാണ്ടല്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഓംപ്ലേറ്റ് എക്സ്പെർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സുജിയാണ്. സുജി ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ നല്ല പൂ പോലെ ഇരിക്കും, നമ്മൾ പറയില്ലേ നല്ല സോഫ്റ്റാണ് പൂ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയില്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കൂട്ടി ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ദോശ ചമ്മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ദോശ തിന്ന് കഴിഞ്ഞിട്ടാണ് എന്താണ് പറയുമ്പോൾ നാക്കുളുക്കുന്നത്, ദോശ തിന്ന് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തിയുടെ പരിപാടിക്ക് പോയത്. അപ്പോൾ ഞാൻ നല്ല ധൃതിക്ക് ചപ്പാത്തി പരത്താനായിട്ടൊക്കെ തുടങ്ങാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഏതോ ഒരു പാത്രത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി വെക്കണത് ഏത് പാത്രത്തിൽ വെക്കണം, സാധാരണ കാസ്ട്രോളിലാണ് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാറ്. ഇന്നിപ്പോൾ കാസ്ട്രോൾ ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് കാസ്ട്രോളിന് പകരം വേറെ ഏത് പാത്രത്തിൽ വെക്കണം, സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കണോ അല്ലെങ്കിൽ വേറെ മൂടിയുള്ള പരന്ന പാത്രത്തിൽ വെക്കണോ ചരുവത്തിൽ വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അമ്മക്ക് അതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ്, എങ്ങനെ വെക്കണം ഏതിനകത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാകുമ്പോൾ ഇച്ചിരി ഒതുങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാത്രമൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പരത്തി ചപ്പാത്തി എല്ലാം വേഗം ഉണ്ടാക്കി വെച്ചു. ചപ്പാത്തിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചെറുതായിട്ട് നടക്കാനും ഒരു ഈവനിങ് വാക്കിനൊക്കെ പോയായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചെറുപയറും മീൻ വറുത്തതും ചപ്പാത്തിയും കൂടെ കൂടി രാത്രിത്തെ ഫുഡും കഴിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.